സർ, നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണ കോടതി ജഡ്ജിയായിരുന്നു ഹണി എം വർഗീസ്. ഹണി എം വർഗീസിനെ ഹൈക്കോടതി ജഡ്ജിയായി സ്ഥാനക്കയറ്റം നൽകണമെന്നുള്ളൊരു ശുപാർശ കൊളീജിയത്തിൽ നിന്ന് പോയത് 2 ആഴ്ചകൾക്ക് മുൻപാണ് വാർത്തയായത്. ഇപ്പോഴിതാ ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് അതിജീവിത പറയുകയാണ് ഹണി എം വർഗീസിന് സ്ഥാനക്കയറ്റം നൽകരുത് എന്ന്. അങ്ങനെ സ്ഥാനക്കയറ്റം നൽകരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിത രാഷ്ട്രപതി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവർക്ക് ഒരു നിവേദനം നൽകിയിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം അതിജീവിത ഇത്തരത്തിലൊരു നടപടിയെടുത്തത്? നേരത്തെ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിഷയങ്ങളിൽ അതിജീവിത പലപ്പോഴായി ഈ ജഡ്ജിക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണോ എങ്ങനെ വിഷയത്തെ വിലയിരുത്താം? ഈ വിഷയത്തിൽ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ടും പറയാൻ സാധിക്കും. അതിജീവിത ഇപ്പൊ എത്ര കൊല്ലങ്ങളായി ഈ കേസുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ വ്യവസ്ഥിതി പ്രകാരം പണവും അധികാരവും ഉണ്ടെങ്കിൽ എന്തും നേടിയെടുക്കാമെന്നൊരു അവസ്ഥ നിലനിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ ജഡ്ജി ഈ കേസിന്റെ പ്രധാന എല്ലാ വിചാരണകളും നടത്തി അതിന്റെ വിധി കിട്ടുന്നത് വരെ ആ ഒരു സബ് കോടതിയിൽ അവർ പോസ്റ്റ് നീട്ടിക്കൊണ്ടുപോയേയിരുന്നു. എന്നിട്ട് ഇതിന്റെ വിധി കഴിഞ്ഞപ്പോൾ ഇപ്പൊ അവർക്ക് പ്രമോഷൻ കൊടുക്കാനുള്ള കൊളീജിയത്തിന്റെ റിക്വസ്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ ഇതിലൊക്കെ എന്തോ ഒരു ദുരൂഹത ഉണ്ട് എന്ന് സ്വാഭാവികമാണ്. കാരണം അതിജീവിതയ്ക്ക് അറിയാലോ, അതിജീവിത കെട്ടിച്ചമച്ച കഥയാണെങ്കിൽ അവർ ആ വിധിയോടുകൂടി ഈ കേസും വലിച്ചെറിഞ്ഞ് സ്ഥലം വിട്ടായിരുന്നു. കാരണം ഇത് ആരും ഓർക്കുന്നില്ല. പക്ഷെ ഈ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോയ സർക്കാരിന്റെ ഭാഗത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഭാഗത്തൊക്കെ ചില പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ സമ്മതിച്ചുകൊണ്ട് സർക്കാർ തന്നെ അത് കുറച്ചും കൂടി ഗൗരവത്തോടുകൂടി കേസ് നടത്താൻ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തു തന്നെയായാലും സത്യം തെളിയേണ്ടതായിട്ടുണ്ട്. ആ സമയത്ത് ഇത്തരത്തിലുള്ള ജഡ്ജിമാർക്ക് പ്രമോഷൻ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ദുരൂഹതകളായിട്ട് മാറും, സംശയത്തിലേക്ക് നീങ്ങും എന്നതിന് യാതൊരു സംശയവും വേണ്ട. അത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കാരണം അതിജീവിത ഏറ്റവും വലിയ അതിലൊരു സംശയം നിലനിൽക്കുന്നത് ആ മെമ്മറി കാർഡ് സീൽ ചെയ്ത് കോടതി ഏൽപ്പിച്ച മെമ്മറി കാർഡ് അത് ചെക്കിങ്ങിനായിട്ട് പരിശോധനയ്ക്കായിട്ട് ജഡ്ജി ഓർഡർ ഇട്ട് ആ പരിശോധനയ്ക്ക് പോയ മെമ്മറി കാർഡ് ഇന്ന് ഒരുപാട് കൈകളിൽ ആ വിഷൻ കാണാനുള്ള അവസ്ഥകൾ ഉണ്ടായി എന്നതാണ് ഈ അതിജീവിത ഇപ്പോൾ പറയുന്ന പ്രധാന പ്രശ്നം. അപ്പോൾ ഈ ജഡ്ജി തന്നെ ഇതിലെന്തോ ചെയ്തതായി സംശയിക്കേണ്ടതായിട്ട് അതിജീവിതയ്ക്ക് തോന്നുകയാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം അതിജീവിത ഇപ്പോ വളരെ ശക്തമായിട്ട് ഇന്ത്യൻ പ്രസിഡന്റ്, ആഭ്യന്തരമന്ത്രി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് തുടങ്ങിയ എല്ലാവർക്കും, പോരാത്തതിന് കേന്ദ്ര നിയമമന്ത്രി, സംസ്ഥാന നിയമമന്ത്രി എല്ലാവർക്കും മെമ്മോറാണ്ടം കൊടുത്തിട്ട് ഈ പ്രമോഷൻ ഇപ്പോൾ കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടൊരു മെമ്മോറാണ്ടം ആ അതിജീവിതയ്ക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് വരണമെങ്കിൽ ഇതിലെന്തോ ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കേണ്ടത്. സർ, ഇത്തരത്തിൽ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നേരത്തെ ഈ ജഡ്ജിയുമായി അതിജീവിതയ്ക്ക് നിലനിന്നിരുന്നു. അത്തരത്തിൽ ഒരു പരാമർശം വലിയ രീതിയിൽ അതിജീവിതയെ അപമാനിക്കുന്ന രീതിയിലുള്ള ചില നീക്കങ്ങൾ കൂടി ഈ ജഡ്ജിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നത് വലിയ വാർത്തയായിരുന്നു. ഇപ്പോഴിതാ കൊളീജിയം ശുപാർശ ചെയ്തിരിക്കുന്ന ഇത്തരത്തിൽ ഇവരെ ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കാനുള്ള ശുപാർശയ്ക്ക് മേലെയാണ് അതിജീവിത വീണ്ടും കേസുമായി അല്ലെങ്കിൽ ഒരു നിവേദനവുമായി മുന്നോട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ ജയശങ്കർ സാർ തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. ഈ കേസിൽ അല്ലെങ്കിൽ യഥാർത്ഥ വസ്തുതകൾ നിലനിൽക്കുന്ന ഒരു കേസല്ല ഇതെങ്കിൽ അതിജീവിത ഇതിനു മുൻപേ തന്നെ ഈ കേസ് പകുതി വഴിയിൽ ഉപേക്ഷിച്ചു പോകേണ്ടതായിരുന്നുവെന്ന്. പക്ഷെ അവരത് ചെയ്തില്ല. നിരന്തരം ഈ കേസുമായി അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടവരുമായി, എന്തിനേറെ പറയുന്നു, കേസ് വാദിച്ച അല്ലെങ്കിൽ വാദം കേട്ട ജഡ്ജിയുടെ വരെ പിന്നാലെയാണ് അവർ എന്ന് വേണം കരുതാൻ. ഇത്തരത്തിൽ കൂടുതൽ ഉയർന്ന നിലയിലേക്ക് ഇവർ എത്തിക്കഴിഞ്ഞാൽ നീതി ലഭിക്കാതിരിക്കുക തനിക്ക് മാത്രമല്ല സമൂഹത്തിൽ യഥാർത്ഥ പ്രശ്നവുമായി വരുന്ന പലർക്കും ലഭിക്കില്ല എന്നൊരു തോന്നൽ കൂടി ഉണ്ടായിരിക്കണം.
അവിടെയാണ് ഹണി എം വർഗീസ് എന്ന് പറയുന്ന ഒരു ജഡ്ജ് ഏത് രീതിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കേസിനെ യഥാർത്ഥ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കണ്ടിരുന്നു എന്ന ചോദ്യം ഉയരുന്നത്. ഹണി എം വർഗീസിന്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചകളെ ഹൈക്കോടതി ഏത് രീതിയിൽ കാണാനാണ്, അല്ലെങ്കിൽ ഹൈക്കോടതിയിലേക്ക് ഇവരെ ഒരു ജഡ്ജിയായി പരിഗണിക്കുമ്പോൾ അധികൃതർ ഏത് രീതിയിൽ കാണാനായിരിക്കും സാധ്യത? ഇവിടെ നമ്മൾ ഈ കേസ് തുടങ്ങിയ അന്നു മുതൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. അതായത് കേരള പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് അന്വേഷണത്തിന്റെ കാര്യത്തിൽ വളരെ വിദഗ്ധരാണ്. ഏത് പിടിക്കപ്പെടാത്ത കേസുകളും വളരെ സമർത്ഥമായി അന്വേഷിച്ച് അത് അവർ കൈകാര്യം ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ അത് കോടതിയിൽ പോയിട്ടാണ് പല കേസുകളും വഴി തിരിഞ്ഞു പോയിട്ടുള്ളത്. ഇവിടെയും ഈ വിഷയത്തിൽ ഈ കുറ്റം ചെയ്ത പ്രതികളെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേരള പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ പോലീസിന് യഥാർത്ഥ രീതിയിൽ കൈകാര്യം ചെയ്യാൻ, ആ പ്രതികളെ കൈകാര്യം ചെയ്യാൻ കിട്ടിയിട്ടില്ല എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം പോലീസിന്റെ മുറകൾ നമ്മൾ പല കേസുകളിലും, രാജൻ കേസ്, പല കേസുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. ആ പോലീസ് മുറകൾ പ്രയോഗിച്ചിരുന്നെങ്കിൽ ഈ പ്രതികൾ സത്യമായിട്ട് തന്നെ പറയുമായിരുന്നു എന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പോ ഈ പ്രതികളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഏതോ ഒരു ഭാഗ്യശക്തികൾ ഈ ജയിലിന്റെ ഉള്ളിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രതികൾക്ക് സ്വർഗ ജീവിതത്തിലേക്ക് പോയി സുഖമായിരിക്കാൻ പറ്റി. ഈ നടന്ന കഥകളൊന്നും പുറത്തു പറയാതിരിക്കാം. എന്നിട്ട് പോലും ആ മെമ്മറി കാർഡ്, ഇവര് വീഡിയോ പിടിച്ച് മെമ്മറി കാർഡ് കോടതിയിലെത്തി. ആ മെമ്മറി കാർഡ് വീണ്ടും പരിശോധനയ്ക്കെന്ന് പറഞ്ഞ് വീണ്ടും പുറത്തേക്ക് കൊടുത്ത് അത് വീണ്ടും പരിശോധനയുടെ പേരിൽ ആ സീനുകളെല്ലാം പുറത്ത് വീണ്ടും അത് പരന്നപ്പോഴാണ് അതിജീവിത അതിന്റെ യാഥാർത്ഥ്യം ഏതായാലും ഇത് തീരുമാനം എടുപ്പിക്കും എന്ന ഉറച്ച വിശ്വാസത്തിൽ ഇത് സ്ത്രീകളോടുള്ള ഒരു വെല്ലുവിളി എന്ന രൂപത്തിൽ തന്നെ അവർ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇത് ഈ ജഡ്ജിയോടുള്ള വെല്ലുവിളിയല്ല, ഇതുപോലുള്ള ഇത്തരം കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന എല്ലാവരോടുമുള്ള ഒരു പ്രതികരണമായിട്ട് തന്നെയാണ് അതിജീവിത ഇപ്പോൾ ഈ കംപ്ലൈന്റുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. യെസ്, എന്തായാലും ജയശങ്കർ സാർ സൂചിപ്പിച്ചതുപോലെ അതിജീവിത ഈ ഒരു നിവേദനം നൽകിയിരിക്കുന്നത് ഹണി എം ജോർജിനെ അല്ലെങ്കിൽ ഹണി എം വർഗീസിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് എന്ന് തോന്നുന്നില്ല. കാരണം ഇത്തരത്തിൽ നിയമവ്യവസ്ഥിതിയുടെ കീഴിൽ നിയമം യഥാർത്ഥത്തിൽ പാലിക്കപ്പെടാതെ പോകുമ്പോൾ, അല്ലെങ്കിൽ നീതി ലഭിക്കാതെ പോകുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ഒട്ടനവധി പേരുണ്ട്. അവിടെയാണ് സാർ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകൾക്കുള്ള ഒരു പ്രസക്തി എന്ന് പറയുന്നത്. അവർക്ക് മറ്റേത് രീതിയിൽ ഇനി നിയമവ്യവസ്ഥിതിയിൽ വിശ്വസിക്കണം എന്നറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത്തരം ഒരു സാഹചര്യം അതിജീവിതയും നേരിട്ടിരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നവർ ചൂണ്ടിക്കാണിക്കുന്നത് പലപ്പോഴും അവരെ കേൾക്കാൻ പോലും തയ്യാറാകാതിരുന്ന വിചാരണ കോടതി ജഡ്ജി ഹണി വർഗീസിനെ കുറിച്ച് തന്നെയാണ്. ഇത്തരത്തിൽ അവരൊരു ഉയർന്ന നിലവാരത്തിൽ അല്ലെങ്കിൽ ഉയർന്ന പൊസിഷനിലേക്ക് എത്തുമ്പോൾ ഏത് നിലയിലായിരിക്കാം അവർ കേസുകളെ കൈകാര്യം ചെയ്യുക? ഒരു സ്ത്രീ ആയിരുന്നത് കൊണ്ട് മാത്രം മറ്റൊരു സ്ത്രീയെ മനസ്സിലാക്കണമെന്നോ കേസിന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കണമെന്നോ അല്ല. നേരെ മറിച്ച് തനിക്ക് മുന്നിലെത്തുന്ന തെളിവുകളുടെ അല്ലെങ്കിൽ സമൂഹത്തിൽ ഈ വിഷയം എങ്ങനെ കൈകാര്യപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിൽ കൂടി വാദം കേൾക്കേണ്ടതുണ്ട്. അതിലൊക്കെ ഹണി വർഗീസിന് വലിയ പരാജയം സംഭവിച്ചിരിക്കുന്നു എന്ന് അന്ന് ഈ വിധി വന്നപ്പോൾ തന്നെ സമൂഹത്തിന്റെ പല ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അത്തരത്തിൽ വിമർശനങ്ങൾ ഉയർന്ന അല്ലെങ്കിൽ വിമർശനങ്ങൾ കേട്ട ഒരു വ്യക്തിയെ ഹൈക്കോടതി ജഡ്ജിയായി പരിഗണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളെ കുറിച്ച് കൂടിയാണ് അതിജീവിത നിവേദനം നൽകിയിരിക്കുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, അതുപോലെ തന്നെ രാഷ്ട്രപതി എന്നിവർക്കാണ് നിവേദനം നൽകിയിട്ടുള്ളത്. വ്യക്തമാണ്. താങ്ക് യു ജയശങ്കർ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.